keep working without liking it? I wouldn't say I don't like. Nice. Hello. ഹലോ, നാഗാലാൻഡ് സീരീസിൻ്റെ 6th എപ്പിസോഡാണിത്. സൂക്കു വാലി ട്രെക്കിംഗ്. എൻ്റെ നാഗാലാൻഡ് ട്രാവലിൽ ഒരു രീതിയിലും പ്ലാനിലില്ലാത്തൊരു സ്ഥലമായിരുന്നു സൂക്കു വാലി. എന്നിട്ടും ഇതെങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി, അതിൻ്റെ റീസൺസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ എണീറ്റ് ബാരിയൽ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ട്രെക്കിംഗ് സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ, മേധ, വിജു, ബാക്കി 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ടായിരുന്നല്ലോ ഞങ്ങളിവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ അവർ രണ്ടാളും ഇന്നലെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മു, കോയ, അവർ പോയതിൻ്റെ ശോകം കാരണം ഇന്നലെ മൊത്തം സാഡായിരുന്നു. അങ്ങനെ ക്യാമ്പ് സൈറ്റിലുള്ളവർ ഞങ്ങളെ ട്രക്കിംഗ് സ്പോട്ടിൽ കൊണ്ടാക്കി, അതായത് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നവരെ പിക്കപ്പ് ചെയ്യുന്ന സ്പോട്ടിൽ. അവിടെ നിന്ന് ഈ ട്രക്കിംഗ് വെഹിക്കിൾ ഹയർ ചെയ്ത് നമ്മൾ പോവാണ്. സൂക്കുലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് കുറച്ച് പേര് ചേർന്ന് ഈ വണ്ടിയുടെ എക്സ്പെൻസ് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയിൽ ഞങ്ങൾ 3 പേര് ഒഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള വേറൊരാളുകൂടെയുണ്ട്. ആളൊരു മലയാളിയാണ്, ഒരു കണ്ണൂരുകാരൻ, ശ്രീഹരി. ആളെ ഞാൻ പരിചയപ്പെടുന്നത് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അറീനയെ വെച്ചിട്ടാണ്. ഈ ഫ്രണ്ട് സീറ്റിലെ സൈഡിലിരിക്കുന്ന ആളാണ് ശ്രീഹരി. അറീനയിൽ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരാൾ കുത്തിയിരുന്ന് നല്ല സ്കെച്ചസ് വരയ്ക്കുന്ന കണ്ടു. അവിടെ നിന്നുള്ള പരിചയമാണ് ഈ ട്രക്കിംഗ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള റീസൺ. അങ്ങനെ സൂക്കുവിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി. ഇതിലെ പാസ് ചെയ്യുന്ന ഒട്ടുമിക്ക ജീപ്പിലും ആൾ ഇതേപോലെ തലയിട്ട് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഇത്രയും അടുപ്പത്തോടെ വന്ന് സ്നേഹത്തോടെ ഗ്രീറ്റൊക്കെ ചെയ്യണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആക്ച്വലി ഈ ട്രക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ഇച്ചിരി ടെൻസ്ഡൊക്കെ ആയിരുന്നു, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ആളുടെ ഫേസും ആ ഒരു ഗ്രീറ്റിങ്ങൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ തോന്നി. ഇനി നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. അതായത് സൂക്കു വാലി എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ ഇതെൻ്റെ പ്ലാനിൽ വന്ന് ചേർന്നു എന്നുള്ളത് പറയാം. ഞാൻ ആക്ച്വലി ഈ സൂക്കു വാലി എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ നാഗാലാൻഡിലേക്ക് വരാൻ എനിക്ക് എല്ലാ ധൈര്യവും തന്നുവിട്ട് ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ സൂക്കു വാലി എന്തായാലും പോകണം, നാഗാലാൻഡ് പോയിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ ടു സൂക്കു വാലി എന്ന്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് കാണാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ കയറി 1-2 ഫോട്ടോസ് എടുത്ത് കണ്ടിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഫോട്ടോ 9 കിലോമീറ്റർ ട്രക്ക് എന്നുള്ളൊരു ബോർഡ്. സ്റ്റോറി ഒന്ന് പോസ് ചെയ്തേക്കേ. ഇവിടെയാണ് ട്രക്കിംഗ് സ്പോട്ടിൻ്റെ ബേസ്. ഇവിടെ വരെ വണ്ടി വരുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ചത്ത് വലിഞ്ഞ് കയറിപ്പോണം. അതൊക്കെ ബാക്കി നമ്മുടെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് തുടങ്ങി. ഫ്രണ്ടിൽ പോകുന്ന വിജു, പുറകെ ഞാൻ വെച്ചു പിടിച്ചു. മേധ വന്നതും പോയതും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ടോപ്പിലെത്തിയപ്പോഴാണ് ഞാൻ മേധനെ കാണുന്നത്. ഞാൻ പിന്നെ വളരെ സ്ലോ ട്രക്കർ ആയതുകൊണ്ട് ഏന്തി വലിഞ്ഞൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഓടിച്ചാടി ട്രക്കിംഗ് ചെയ്ത് അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് മലമറിക്കാനും കപ്പടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കഥയൊക്കെ പറഞ്ഞ് താളത്തെ തുഴഞ്ഞു പോവാം അല്ലേ. ഞങ്ങളുടെ കൂടെ ജീപ്പിലുണ്ടായിരുന്ന കുറച്ച് പേരാട്ടോ. ഇവരാരും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അവർ വെച്ച് പിടിച്ച് പോയി. ഞാൻ പിന്നാലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോവാം. അപ്പോൾ നമ്മുടെ കഥ എവിടെ നിർത്തിയത്? ഓക്കെ, ഹൈലൈറ്റ്സ് കയറിയപ്പോൾ ആദ്യത്തെ ഫോട്ടോ 9 കിലോമീറ്റേഴ്സിൻ്റെ ട്രക്ക്. അവിടെ തന്നെ ഞാൻ പകുതി തളർന്നു. രണ്ടാമത്തെ ഫോട്ടോ ഇപ്പം കാണിച്ച പോലത്തുള്ളൊരു വഴി. അതായത് ഒരടുക്കും ചിട്ടയില്ലാതെ എവിടെയോ പറിച്ചിട്ടേക്കണ പോലെ കുറേ കല്ലുകൾ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേണം ട്രക്കിംഗ് ചെയ്യാൻ. ഈ വഴിയുടെ അവസ്ഥയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതെന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന്. ഞാനാണിപ്പോൾ ഇവിടെ വന്നിട്ട് വിജൃംഭിച്ച് നിൽക്കുന്നത്. അങ്ങനെ കയറി ചെന്നപ്പോൾ എൻ്റെ മുമ്പേ കയറിപ്പോയ വിജു അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ എനിക്കൊരു കുപ്പി വെള്ളവും ഒരു സ്റ്റിക്കും തന്നു. സൂക്കു വാലി വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ കയറിപ്പോയി. മറ്റുള്ളവരുടെ കൂടെ ഓടിയെത്താൻ വലിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പകുതിയാവുമ്പോൾ തന്നെ ഞാൻ പടമാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ട്രക്കിംഗ് ചെയ്യാൻ പോയുള്ളൂ. പക്ഷേ സകല സാമഗ്രികളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടത് വലിയ ഉപകാരമായിരുന്നു. ഞാൻ ആദ്യം സ്വെറ്റ് ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ട്രക്കിംഗ് ചെയ്യുമ്പോൾ വേർത്ത് ഒലിക്കും എന്നൊക്കെ കരുതി. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഈ ട്രക്കിംഗ് പോകുന്ന വഴിയിൽ ആകെയുള്ളൊരു ദുരന്തം എന്ന് പറയുന്നത് എവിടെ തിരിഞ്ഞാലും ചൊറിയൻ പുഴുക്കളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പുഴുക്കൾ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു സാധനം വരും. അതായത് എങ്ങാനും സ്ലിപ്പായിട്ട് വീഴാൻ പോകുമ്പോൾ ചാടിക്കേറി ഏതെങ്കിലും മരത്തിലോ ചെടിയിലോ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൈയെടുക്കുമ്പോൾ 1-2 ചെറിയ പുഴുക്കൾ കയ്യിലുണ്ടാവും. അങ്ങനത്തെ ഒരു വമ്പൻ ടാസ്കും കൂടെ ഉള്ളതുകൊണ്ട് പേടിച്ചാണ് ഞാൻ കയറിയത്.
അങ്ങനെ ഫസ്റ്റ് ലെവലൊന്ന് ട്രെക്ക് ചെയ്ത് കയറിയപ്പോഴേക്കും ഒരു നിരപ്പായ സ്ഥലം കണ്ടിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി കയറേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. വഴിയാണെന്ന് പോലും തിരിച്ചറിയില്ല. പക്ഷേ ഓരോ സ്ഥലത്തും കയറി ചെല്ലുമ്പോൾ ചുറ്റും കാണുന്ന, അതായത് ചുറ്റുമുള്ള മലകളുടെയൊക്കെ കുറച്ചുകൂടെ നല്ലൊരു ക്ലോസപ്പ് വ്യൂ കിട്ടും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. അത് നല്ലൊരു ആശ്വാസമായിരുന്നു. അതായത് എത്ര കഷ്ടപ്പെട്ട് കയറിയാലും അവിടെ എന്തൊക്കെയോ ഒരു സർപ്രൈസസ് ഉണ്ട് എന്നുള്ളൊരു തോട്ട്. കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ഡെലിവർ യു, ദൈവവചനം. അതായത് ഈ ട്രക്കിങ്ങിൽ പല സ്പോട്ടിലും ഇങ്ങനെ കുറേ ദൈവവചനങ്ങൾ അവർ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല പല ടേണിങ്സിലും. എനിക്ക് തോന്നിയത് പണ്ട് ഈ ട്രക്കിങ് ചെയ്ത് പല ആൾക്കാരും ഗിവപ്പ് ചെയ്ത് ദൈവമേ എന്ന് വിളിച്ചിട്ട് പലയിടത്തും ഇരുന്ന് പോയിട്ടുണ്ടാവാം. അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു സൽപ്രവൃത്തിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബിക്കോസ് പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിക്കുന്നത്. രേഷ്മ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഈ സംഭവങ്ങളുള്ളതുകൊണ്ട് അത് വായിച്ചാൽ മതി, ഒരു കുളിർ, സുഖം. ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഫേസ് ചെയ്ത ഫസ്റ്റ് കടമ്പ ഈ സ്പോട്ടാണ്. അങ്ങോട്ടല്ലാതെ ഇങ്ങോട്ട് നോക്കൂ. ഇതിൽ വലിഞ്ഞ് കയറിപ്പോണം, ഒരു കയറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറുമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പുറകെ വന്ന ട്രാവലേഴ്സ് ആരൊക്കെയോ ഉണ്ടായിരുന്നു. അവരുടെ ഹെൽപ്പോടെ ഞാൻ അതിൻ്റെ പൊക്കത്തേക്ക് വലിഞ്ഞ് കയറി. അങ്ങനെ ആരെങ്കിലും ഹെൽപ്പിന് വരാൻ വെയിറ്റ് ചെയ്തിരുന്ന സമയത്തിൽ മാൻഡേറ്ററി ആയിട്ട് എടുത്ത കുറച്ച് സെൽഫീസാണിത്. നമ്മൾ എന്ത് മറന്നാൽ ഇതൊന്നും മറക്കരുതല്ലോ. ഞാൻ നേരത്തെ സ്റ്റക്കായി നിന്ന ട്രക്കിംഗ് പോയിന്റിൽ ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട് കയറി വരിക സ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏതൊക്കെ കല്ലിൽ പിടിച്ച് കയറി വരണം എന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് ഞാനിവിടെ. മാത്രമല്ല ഇനി മുന്നോട്ടുള്ള വഴി കണ്ടോ, ഈ വഴി ഒന്നങ്ങോട്ടോ ഇന്നിങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ശുഭം. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് നേർച്ച കൊണ്ട് അവിടെ നിന്ന് കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഒരു ട്രക്കിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, നമ്മളിങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് സ്റ്റിക്ക്. ഡിക്കാത്തലോണിൽ പലപ്പോഴും ഈ ട്രക്കിംഗ് സ്റ്റിക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇതൊക്കെ എന്തിന് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രക്കിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ട്രക്കിംഗ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ആ സ്റ്റിക്ക് പോയി വാങ്ങണം, എന്ത് വില കൊടുത്ത് വാങ്ങണം എന്ന് ചിന്തിച്ചു പോയി. ബിക്കോസ് പല സ്ഥലങ്ങളിലും നമ്മൾ സ്ലിപ്പായി വീഴും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ ഈ ഒരു സ്റ്റിക്ക് കുത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്ന് കയറുന്നത് ഇത്രയും സമാധാനപരമായിട്ടുള്ളൊരു നിരപ്പായ സ്ഥലത്തേക്കാണ്. ഫുൾ ലാൻഡ്സ്കേപ്പ് വ്യൂ കാണുന്ന ഒരു സ്പോട്ട്, ഒരു റെസ്റ്റിംഗ് സ്പോട്ട്. അവിടെ എനിക്ക് മുമ്പേ കയറി ചെന്ന ഒരുപാട് ട്രാവലേഴ്സ് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു സമാധാനം, അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്തെങ്കിലും ഞാൻ എത്തിയല്ലോ. ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രക്കിംഗ് പറയുന്നത് ഈ 2 കുന്നുകളാണ്. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കുന്നിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുന്നിലേക്ക് കയറണം. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു. നല്ല ഹെവി ടാസ്ക് ആയിരുന്നു. കാരണം ഈ കുന്നിന് ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. പിന്നെ അവിടെ നിന്ന് വേണം അപ്പുറത്തെ പോയിന്റിലേക്ക് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് കുന്നിലേക്ക് കയറാൻ. അപ്പോൾ ഞാൻ ഈ ക്രോസിങ് പോയിന്റിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തു. കൂടെ ഉണ്ടായിരുന്ന ട്രാവലേഴ്സിൽ ഒരു കപ്പിളിനോട് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ ഫോട്ടോ എടുത്തു തന്നത്. ഈ ഫോട്ടോ. ഇനി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ക്രോസിങ് പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഗ്രൂപ്പിനെ മീറ്റ് ചെയ്തു. അവരവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്. ഞാൻ നോക്കുമ്പോൾ അവർ മോയെ മോയെ എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ് സിങ് മോയെ മോയെ. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്, എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മോയെ മോയെ എന്നുള്ളൊരു പാട്ട് പാടിയാൽ മതി. അതിൻ്റെ അർത്ഥം മൈ നൈറ്റ് മെയർസ് എന്നാണ്, അതായത് എൻ്റെ പേടി സ്വപ്നം എന്ന്. എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു കാര്യം നമ്മളുടെ മുമ്പിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു പേടി സ്വപ്നമായിട്ട് മറന്നു കളയുക, ഇല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ്. എനിക്കത് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അവരുടെ ആ തോട്ട് പ്രോസസ്സ്. അങ്ങനെ അവരെ പാസ് ചെയ്ത് നെക്സ്റ്റ് പോകുന്ന ഈ ലെവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്കു വാലി ട്രക്കിങ്ങിൻ്റെ ഏരിയ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സൂക്കുവിൻ്റെ ഫസ്റ്റ് പിഞ്ച് ഓഫ് മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ക്ലിയർ ലാൻഡ്സ്കേപ്പ്, എന്നാൽ തിരിഞ്ഞ് നോക്കുമ്പോഴോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള വഴി. എങ്ങനെയാണ് നമ്മൾ വന്നതെന്ന് പോലും മനസ്സിലാവില്ല. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്ന് വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ പാസ് ചെയ്യുമ്പോഴോ ആ ചെടികളൊക്കെ തിരിച്ച് അതിൻ്റെ അതേ യഥാസ്ഥാനത്ത് വന്ന് നിൽക്കും. അതായത് ആ വഴി അവരങ്ങ് മൂടിക്കളയും. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴോ നമ്മൾ ഏത് വഴിയാണ് വന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ആ വഴി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. ലൈക്ക് ഒരു മെയ്സ് പോലെ, ഒരു പസിൽ പോലെ, ഒന്നും മനസ്സിലാവില്ല. കണ്ടോ, ഞാൻ വന്ന വഴി ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അങ്ങനെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ചില്ല് ചെയ്താൽ പിന്നെ നടന്നു പോയത്. കണ്ട മുഖത്തെ സന്തോഷം. ഈ കാണുന്നത് പോലെ നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് ഒട്ടും ചൂടറിയില്ല. അതിന് മാത്രം തണുപ്പാണ്. അതാണ് ഞാൻ ഈ ക്യാപ്പും പിന്നെ സ്വെറ്റ് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ഒട്ടും നമ്മൾ വേർക്കത്തുമില്ല, ക്ഷീണം തോന്നുകയില്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ട്രെക്കിംഗ് സ്പീഡൊക്കെ കൂടി. മുന്നേ പോയവരെയൊക്കെ പുഷ്പം പോലെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഞാൻ കയറിപ്പോയി. അപ്പോൾ ഈ സൂക്കു വാലി എന്ന് പറയുമ്പോൾ ഞാൻ വന്ന സമയം ഡിസംബർ ആണല്ലോ. ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ജൂൺ ടു സെപ്റ്റംബർ ആണ്. കാരണം ഈ സൂക്കു വാലി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കോൾഡ് വാട്ടർ അഥവാ തണുത്ത വെള്ളം എന്നാണ്. ഈ വാലീസിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന തണുത്ത വെള്ളത്തിനെ വെച്ചിട്ടാണ് ഇതിനങ്ങനെ അവരുടെ ട്രൈബൽ ലാംഗ്വേജിൽ പേരിട്ടേക്കുന്നത് സൂക്കു എന്ന്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാലി നിറച്ച് പൂക്കളാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്കിലൊരു ബൊക്കെ ഉണ്ടാക്കി കെട്ടി വെച്ചേക്കുക. ഒരു രസം നടന്നു പോകുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സൂക്കു വാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഒരുപാട് വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അത് പൂക്കുന്ന സീസൺ എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഈ സൂക്കു ലില്ലി എന്ന് പറയുന്ന ഒരു ഡാർക്ക് പിങ്ക് കളറിലൊരു ഡീപ്പ് പിങ്ക് കളറിലൊരു ഫ്ലവറുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് സാധനം. അതൊക്കെ കാണണമെങ്കിൽ ഒരു ടുവേർഡ്സ് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ ആ സമയങ്ങളിൽ വരണം. ആ സമയം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല അട്ടകളും ഉണ്ടാവും. അതുകൊണ്ട് അതുകൂടെ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ അട്ടകളൊന്നും വേണ്ട, സേഫായിട്ട് ട്രാവൽ ചെയ്യണം, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ മതി, ഫ്ലവേഴ്സ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നവംബർ ടു ഏപ്രിൽ ഡ്രൈ മാസങ്ങളിൽ വരാം. അപ്പോൾ സൂക്കു വാലി ഇതായി ഇങ്ങനെ വരണ്ടുണങ്ങി, എന്നാലും നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ഈ ഡ്രൈ മന്തിൽ വന്നിട്ടാണ് ഇത്രയും പച്ചപ്പ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരുടെ മഴക്കാലത്തോ ആ ഒരു ബ്ലൂമിങ് സീസണിലൊക്കെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ സൗണ്ടാണ്. വേറെ ഒരു കിളിയുടെ പോലും സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല ഈ വാലിയിൽ. ഈ കാറ്റിൻ്റെ ശബ്ദം മാത്രം. അങ്ങനെ നടന്ന് നമ്മളുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി. അവിടെ ഒരു വെൽക്കമിങ് പോലത്തെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്കു വാലി എന്നൊക്കെ. ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴേക്കും എൻ്റെ ട്രെക്കിംഗ് സ്റ്റിക്ക് മൊത്തം കളർഫുള്ളായി. വഴിയിൽ കണ്ട എല്ലാ ഫ്ലവേഴ്സും ഞാൻ കെട്ടി അതിൽ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഞാൻ കയറി ചെല്ലുന്നതാണ് സൂക്കു വാലിയുടെ ബേസ് ക്യാമ്പ്. ഇവിടെയാണ് ഈ കണ്ട ജനങ്ങൾ മൊത്തം ഇന്നത്തെ നൈറ്റ് ഞാനുൾപ്പെടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്ന് കയറി കാഴ്ചകൾ കണ്ടപ്പോൾ ആദ്യം എൻ്റെ കണ്ണുടക്കിയത് ആ കാണുന്ന ബുഷ് പോലെ ഇരിക്കുന്ന മരം. നല്ല രസമല്ലേ കാണാൻ? അതിങ്ങനെ കാറ്റ് വന്ന് തട്ടുമ്പോൾ ബൗൺസ് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു രസമായിരുന്നു. എനിക്ക് മുമ്പേ കയറിപ്പോയ രണ്ടെണ്ണത്തിനെയാണ് പിന്നെ ഞാൻ തിരഞ്ഞത്. വിജുമേത് നോക്കിയപ്പോൾ ദൂരെയുള്ളൊരു കുന്നിൻ്റെ മണ്ടയിൽ രണ്ടാളും കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഐഫോണിൻ്റെ സൂം ക്വാളിറ്റി കൊണ്ട് മാത്രം കണ്ടുപിടിച്ചതോട്ടോ അവരെ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവരവിടെ പുതിയ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥും രശ്മിയും അവരെയും പരിചയപ്പെട്ടു. ഇപ്പം അവർ ഞങ്ങളുടെ കൂട്ടത്തിലായി. കണ്ടോ എൻ്റെ ഫ്ലവർ സ്റ്റിക്ക് നല്ല ഭംഗിയില്ലേ? ഈ കുന്നിൻ്റെ മേളിൽ നിന്നാണ് ഞാൻ സൂക്കു വാലിയുടെ ആക്ച്വൽ ലുക്ക് ശരിക്കും കാണുന്നത്. എനിക്കിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ എന്താണ് എന്നെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു സർപ്രൈസ് ഫാക്ടർ തന്നെയായിരുന്നു. കാരണം സൂക്കു വാലിയിൽ എന്താണെന്നുള്ളത് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ, ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മെമ്മറി എന്നെ ഹിറ്റ് ചെയ്തു. ബിക്കോസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് എൻ്റെ മുമ്പിൽ ജീവനോടെ തുടിച്ച് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പണ്ട് എപ്പോഴോ ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരുന്നൊരു ഫോട്ടോ അതിപ്പോൾ എൻ്റെ മുമ്പിൽ, ആ കാഴ്ച കാണാൻ ഞാൻ നേരിട്ടെത്തിയേക്കുന്നു. എന്തൊക്കെയല്ലേ കോയിൻസിഡൻസ് എന്ന് പറയാം. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇത് കണ്ടപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സൂക്കു വാലി എന്ന് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് പോലും അവിടെ ഇങ്ങനെ വാലിയാണ്, ഫ്ലവേഴ്സ് ആണെന്നല്ലാതെ ഇവിടെ ഇങ്ങനെ റോളിങ് ഹിൽസ് ഉണ്ടെന്നോ ഇത്രയും മാജിക്കലായിട്ടുള്ളൊരു കാഴ്ച ഇവിടെ ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇത് നേരിട്ട് വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുറേ ഗ്രീൻ ഐസ്ക്രീം സ്കൂപ്പുകൾ ഇരിക്കുന്ന പോലെ ഓരോ കുന്നും ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ത് രസമാണെന്നറിയോ. ആൻഡ് ഇവിടെ ഒരു ശബ്ദമോ ബഹളമോ ഒന്നുമില്ല. ജസ്റ്റ് ഈ കാറ്റും ഈ കാറ്റിൻ്റെ വിസിലടി മാത്രമേ ഉള്ളൂ ശബ്ദമായിട്ട്.
സൂക്കു വാലി എത്തിയപ്പോഴേക്കും തണുത്ത് വിറച്ച് ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗ വരെ ഇട്ടു, അത്രയ്ക്ക് തണുപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൊണ്ട് ഉണ്ട് കേട്ടോ. സൂക്കു വാലിയിൽ ഇവിടുത്തെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 0 നെറ്റ്വർക്ക് 0 ഇലക്ട്രിസിറ്റി, കറണ്ടും ഇല്ല നെറ്റ്വർക്കും ഇല്ല. മൊബൈലൊക്കെ ചത്ത പടവായി അതങ്ങ് കിടക്കത്തേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് ചാർജും ചെയ്യാൻ പറ്റില്ല, മൊബൈലിന് പവർ ബാങ്ക് മാത്രം ശരണം. ഇനി സൂക്കുവിലേക്ക് വരുന്നവർ ആദ്യം ബുക്ക് ചെയ്യണം, വിളിച്ച് അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടും. അതിൽ വിളിച്ചിട്ട് വേണം ഇന്ന ആൾക്കാർ ഇത്ര പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പേര് കൊടുക്കണം. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെത്തി എന്നുള്ളതിൻ്റെ കൺഫർമേഷനും കൊടുത്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. രാത്രി കിടക്കാൻ ടെൻറ്റ് സ്റ്റേ ആണ് വേണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക. അതല്ല നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ് കിടക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ ബെഡ് സ്പേസിനുള്ള ബ്ലാങ്കറ്റ്സും അതിന് വേണ്ട അമ്യൂണിറ്റീസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. പ്ലസ് ഫുഡ് എന്തെങ്കിലും വാങ്ങണമെങ്കിലും അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യാൻ ഗൂഗിൾ പേ കിട്ടില്ല, അതുകൊണ്ട് ക്യാഷ് തന്നെ കയ്യിൽ വയ്ക്കണം. സൂക്കുവിലെ അടുത്ത മാജിക് എന്ന് പറയുന്നത് ഈ രാത്രി സമയത്ത് കാണുന്ന ആകാശവും നക്ഷത്രങ്ങളുമാണ്. നിറയെ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാർസ് ആയിരുന്നു, എണ്ണിയാലും തീരാത്ത എത്ര. തണുപ്പാണെങ്കിൽ അങ്ങേ അറ്റത്ത് തണുപ്പ് -11 വരെ എത്തിയായിരുന്നു അന്ന് നൈറ്റ്. അതുകൊണ്ട് എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് തീ കാഞ്ഞ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റാർ ഗേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു എക്സിബിഷന് പോയപ്പോൾ കണ്ട സൂക്കു വാലിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ മൈൻഡിൽ, സ്റ്റാറി നൈറ്റ് അറ്റ് സൂക്കു വാലി. അതുപോലെ തന്നെ ആ രാത്രി ഫുൾ നക്ഷത്രങ്ങളൊക്കെ കണ്ട് ക്യാമ്പ് ഫയറിൽ തണുത്തുറഞ്ഞ് സ്പെൻഡ് ചെയ്തൊരു രാത്രി ഭയങ്കര ചില്ലിങ് ആയിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത ഒത്തിരി പേര്, പല ആൾക്കാർ, പല നാഷണാലിറ്റീസ് ഉള്ള ആൾക്കാർ എല്ലാവരും ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റും വന്നിരുന്ന് അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് പറയുക, അവരുടെ അഡ്വെഞ്ചേഴ്സ്, അവരുടെ നെക്സ്റ്റ് പ്ലാൻ, അങ്ങനെ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലിരുന്ന് സംസാരിക്കുന്നു. ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് എണീറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ അവിടെ എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ടോപ്പിക്കായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിഡ് നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പടിച്ചിട്ട് എൻ്റെ കിളി വാറി തുടങ്ങി. ഒരു 3 ലെയർ ഡ്രസ്സ് ഇട്ടാണ് ഓൾറെഡി ഞാൻ നടക്കുന്നത്, എന്നിട്ട് പോലും എനിക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തണുത്ത് വിറച്ച് കിടക്കാൻ വേണ്ടി ആ കോട്ടേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, കാരണം ലൈറ്റില്ല, ലൈറ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥ മൊബൈലിൻ്റെ. കാരണം എല്ലാവരും കിടന്നുറങ്ങുകയാണ്, നമ്മൾ ഫ്ലാഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ തപ്പിപ്പിറക്കി മേധയുടെ അടുത്ത് പോയിട്ട് ഏതൊക്കെയോ തല എവിടെയാണ് വെക്കുന്നത്, കാലെവിടെ വെക്കുന്നത് ഒരു ഐഡിയ ഇല്ല. എല്ലാവരും മറ്റിങ്ങനെ പഴടുക്കി വെച്ചേക്കുന്ന പോലെയാണ് പല സ്ഥലങ്ങളിലായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നത്. ഒരിത്തിരി സ്പേസ് കിട്ടി അവിടെ ആൾക്കാർ കിടക്കും. മാക്സിമം വാതിലിൻ്റെ സൈഡിൽ നിന്ന് മാറിയാണ് കിടന്നത്, കാരണം വാതിലിൻ്റെ ഇടയിൽ കൂടെ തണുത്ത കാറ്റിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും പിന്നെയും കിളി മാറും. അതുകൊണ്ട് ഞാനൊരു കോർണറിൽ മേധയുടെ കൂടെ പോയി കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കുളിര് വരും. അതായത് സ്പൈൻ ചില്ലിങ് എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു അത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിറച്ചിട്ട് ഞാൻ വിചാരിച്ചു ഐ എം ഗോയിങ് ടു ഡൈ, ഞാൻ ഇന്ന് ചാകും, തണുത്ത് വിറച്ച് ഞാൻ ചാകും എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ലാസ്റ്റ് എനിക്ക് ആ തണുത്ത് അവരൊരു വലിയ ബ്ലാങ്കറ്റ് വന്നു. അതെനിക്ക് മതിയാവാനായിട്ട് ഞാൻ ആ ബ്ലാങ്കറ്റ് പുതച്ച് ഒരുവിധം എണീറ്റിറങ്ങി പുറത്ത് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു ബ്ലാങ്കറ്റ് ഇവിടെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് എവിടെന്നോ ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് തന്നു. അതും കൂടെ പൊതിച്ചിട്ട് എനിക്ക് എന്നിട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു ഇവിടെ സ്റ്റേ ചെയ്തത്, ഇത് വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല സ്വെറ്റേഴ്സ് യൂസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് എപ്പോഴോ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോകുന്ന സമയത്ത് പോലും എൻ്റെ തലയിൽ മൊത്തം ഈ കടന്നൽ കൂടുന്ന പോലെ ശബ്ദമായിരുന്നു. എന്താണെന്നറിയോ, ഒരു പറ്റ ആൾക്കാരുടെ കൂർക്കം വലി. സൂപ്പറായിരുന്നു നൈറ്റ്, കാളരാത്രി എന്ന് പറയില്ലേ അമ്മാതിരി ഐറ്റം. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ മൊത്തം കോമഡിയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ രാത്രി ഇരുട്ടി വെളുപ്പിച്ച് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചത്തിട്ടില്ല, ഐ ആം സ്റ്റിൽ അലൈവ്. അങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ രാവിലത്തെ കാഴ്ചകൾ കണ്ട് മൈൻഡൊക്കെ ഫ്രഷായി വന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൺ വന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പ്രോപ്പർ സൺറൈസ് കാണാൻ പറ്റിയില്ല. മേഘങ്ങൾ വന്നൊക്കെ അത് മൂടിപ്പോയി. ഞങ്ങൾക്കത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നെങ്കിലും രാവിലെ കണ്ട ഈ കാഴ്ചയിൽ ബാക്കി എല്ലാ വിഷമങ്ങളും ഞങ്ങൾ മറന്നു. ഇന്നലത്തെ ഒരൊറ്റ ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസോടെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും പേരെല്ലാം ഫെമിലിയറാണ്, ആക്റ്റീവായിട്ട് സംസാരിച്ച ആൾക്കാരുടെ എല്ലാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ ചായ
രാവിലത്തെ ചായ വെയിറ്റ് ചെയ്തുള്ളൊരു ഇരിപ്പാണ് ഈ തണുപ്പ് കാലത്ത് എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ചായ കിട്ടി ഫ്രഷായി ഞാൻ നോക്കുമ്പോൾ മേധ രാവിലെ സോൺ ഔട്ടായിട്ടൊരു പൊസിഷനിൽ പോയിരിപ്പുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ ഇതാ ഈ പിള്ളേരെ കണ്ടു. അവിടെ ഏത് സമയത്തും രാവിലെ ആയാലും രാത്രി ആയാലും ഫുള്ളിങ്ങനെ ചറവ റോഡി കിടക്കണ പിള്ളേർ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ തണുത്ത് മരവിച്ച് കോച്ചി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് കിവി, പുള്ളിയുടെ പേരാണ് കിവി. ആൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടു എന്ന് ചോദിച്ചു. ഓ യെസ് എന്നുള്ള രീതിയിൽ ആൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു തന്നു. എന്നിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. ഇനി പരിചയപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തിത്വമാണ് ഈ കാണുന്ന ആൻറ്റി. ഈ പുള്ളിക്കാരുടെ പേര് എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ആളുടെ സ്ഥലം ന്യൂഡൽഹിയാണ്. ആൾ വന്നത് ഇളയ മകൻ്റെ ഒപ്പമാണ്. ഞാൻ കഥ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് മൂത്ത ആളുടെ അടുത്ത്, അതായത് മൂത്ത മകൻ്റെ അടുത്ത് ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ അമ്മയും മോനും കൂടെ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഹോൺബിൽ ഫെസ്റ്റിവൽ 2-3 ദിവസം അറ്റൻഡ് ചെയ്തപ്പോൾ അവർ സുക്ക് വാലിനെക്കുറിച്ചും ട്രക്കിങ്ങിനെ കുറിച്ചും കേട്ടപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി. മകൻ പറഞ്ഞു അമ്മേനെ കൊണ്ട് പറ്റുമോ? പുള്ളിക്കാരൻ നോ യെസ് ട്രൈ ചെയ്യാം. അങ്ങനെ അവർ ഇറങ്ങി തിരിച്ചതാണിത്. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ മാത്രമേ മൂത്ത ആളുടെ അടുത്ത് പറയുള്ളൂ. അവിടെ ചെന്നിട്ട് ബാക്കി കേട്ടാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പൊട്ടിച്ചിരിച്ചു. ഇവിടെ വന്ന എല്ലാവർക്കും ഇവരൊരു വലിയ ഇൻസ്പിറേഷനാണ്. ഇവർ ഈ ട്രക്കിങ്ങിന് വരുന്നതും പോകുന്നതൊക്കെ ആൾക്കാർ വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു ഏജിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനത്തെ ഒരു ദുർഘടം പിടിച്ചൊരു വഴി കൂടെ ട്രക്കിങ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ആ വിൽ പവറും അവരുടെ എനർജിയും അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. ഇന്നലെ ഇവിടെ തിങ്ങി നിന്ന പോലത്തെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ച് ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനും നാഗാലാൻഡിൽ അതർ പാർട്സ് കാണാനും പോയി. വേറെ ചിലവരൊക്കെ സുക്ക് വാലി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ മലയാളീസിനെ മീറ്റ് ചെയ്തിട്ട് അവരായിട്ട് സംസാരിച്ചൊക്കെ, ഇവരൊക്കെ ഓൾമോസ്റ്റ് കോട്ടയത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. അവരോട് കുറേ നേരം കത്തിയൊക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ നിൽക്കുമ്പോൾ ഇന്നലെ പരിചയപ്പെട്ട വേറൊരാളെ കാണാൻ, വാസ്കോ ഡ ഗാമ. ഈ പുള്ളിയുടെ പേരിനെ പോലത്തെ പ്രത്യേകതയേക്കാൾ ഏറ്റവും വലിയ കോയിൻസിഡൻസ് പുള്ളി വരുന്നതും പോർച്ചുഗലിൽ നിന്നാണ്. പുള്ളി ഇങ്ങനെ ഇന്ത്യ കുറേ നാളുകളായിട്ട്, കുറേ മാസങ്ങളായിട്ട് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന് നാഗാലാൻഡ് എത്തിയപ്പോൾ ഞങ്ങളും കണ്ടു വാസ്കോ ഡ ഗാമയെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഘോരമായിട്ടുള്ള വിഭവങ്ങളൊന്നുമല്ല, ജസ്റ്റ് മാഗി നൂഡിൽസാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ട സമയം 1 eternity later എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സമയമെടുത്തു. അങ്ങനെ പോസ്റ്റ് അടിച്ച ആ കിച്ചണിൽ നിന്നപ്പോൾ കണ്ടതാ അവിടുത്തെ പൂച്ചക്കുട്ടികളെ. പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഈ മാഗി നൂഡിൽസ് കിട്ടാൻ ഇത്രയും വൈകാൻ കാരണം അവിടെ ചില സെറ്റ് ഓഫ് പീപ്പിൾ വന്നിരിക്കുന്നത് ഗൈഡിൻ്റെ ഹെൽപ്പോടെയാണ്. അപ്പോൾ ഈ ഗൈഡ് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാർക്ക് അവരായിരിക്കും കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അവിടെ വന്നൊരു സെറ്റ് ഓഫ് പീപ്പിളിന് ഗൈഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മാഗി ആവാനായിട്ട് ലേറ്റായി. പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് ആ കലത്തിൽ കിടന്ന് വേവുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള മാഗിയാണ്. എല്ലാവർക്കും കൂടെ ഉള്ളതിൽ എൻ്റെ പോർഷനുണ്ട്. പക്ഷേ അത് ഞാൻ 5 minutes മാഗി എന്ന് കേട്ട് ഇവിടെ 5ഉം കഴിഞ്ഞ് 10ഉം കഴിഞ്ഞ് ഹാഫ് അവറായിട്ടും മാഗി ആവുന്നതിൻ്റെ തന്നെ ക്ഷമ തെറ്റിക്കഴിഞ്ഞ് അവസാനം വിശപ്പ് അടങ്ങി ചാകാറായി കഴിഞ്ഞപ്പോഴാണ് മാഗി എനിക്ക് കൈ കിട്ടിയത്. അത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ റെഡിയായി അവിടുത്തെ സെറ്റിൽമെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമൊക്കെ വെക്കേറ്റ് ആയപ്പോൾ ഇന്നലെ കിടന്ന ആ കോട്ടേജ് ഞാനൊന്ന് കയറി കണ്ടു. ഈ ഒരു സ്പേസിലാണ് ഒരാൾക്ക് കിടക്കാൻ ഇഞ്ച് ഗ്യാപ്പില്ലാത്ത തരത്തിൽ നിറച്ച ആൾക്കാർ കുഞ്ഞുകൂടി കിടന്ന സ്ഥലം. ഇന്നലെ ആ മൂലയ്ക്കാണ്, ഈ എൻഡിലെ മൂലയ്ക്കാണ് ഞാനും മേധയും കിടന്നത്. അങ്ങനെ സെറ്റിൽമെൻറ്റൊക്കെ കഴിഞ്ഞ് പോകാൻ നോക്കിയപ്പോൾ വിജു അവിടെ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും മേധ നടന്ന് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു സുക്കുവെന്ന്. അപ്പോൾ മേധയുടെ കൂടെ ഞാനും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെയും സ്പ്ലിറ്റായി. അത് കഴിഞ്ഞ് മേധ വേറെ 2 മൈസൂരിൽ നിന്നുള്ള 2 ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവരായിട്ട് സംസാരിച്ച് അവരുടെ പേസിൽ നടന്നു പോയപ്പോഴേക്കും താഴെ ട്രക്കിംഗ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സ്പ്ലിറ്റായി. അങ്ങനെ ഞാൻ അഗെയിൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ സമയവും കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. സമാധാനപരമായി ചില്ല് ചെയ്ത് പോകാം. കുറേ ദൂരം നടന്ന് കാലൊക്കെ വേദനിച്ചു തുടങ്ങിയപ്പോൾ ഷൂവും സോക്സൊക്കെ ഊരി, അതായത് 2 ദിവസമായിട്ട് കാലിൽ നിന്ന് ഈ സംഭവം ഊരിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ കാലിനൊന്ന് ബ്രീത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം അതൊക്കെ ഊരിയിട്ട് കുറച്ച് നേരം സൺബാത്ത് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു.
അപ്പം ഞാൻ ആലോചിച്ചു, എന്നെക്കൊണ്ട് ഈ ട്രെക്കിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് 9 കിലോമീറ്റർ ട്രെക്കിംഗ് എന്നുള്ള ബോർഡ് കണ്ട് സോണൗട്ടായിട്ട് ഇത് ക്യാൻസൽ വരെ ചെയ്ത ഞാൻ, ഇതെങ്ങാനും ശരിക്കും ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു നഷ്ടമായി പോയേനെ നാഗാലാൻഡ് ട്രിപ്പിലെ സൂക്കു വാലി ഇല്ലാത്തൊരു ട്രിപ്പ്. ബിക്കോസ് ഈ ഒരു ട്രിപ്പ് എനിക്ക് തന്നെ അറിയാത്ത എൻ്റെ ഒരുപാട് എബിലിറ്റീസ് എനിക്ക് റിയലൈസ് ചെയ്ത് തന്നൊരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ആയിരുന്നു. ആരെങ്കിലും ഈ സൂക്കു വാലി ട്രെക്കിങ്ങിന് വരുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും, നെവർ എവർ എവർ ഒരു ഗൈഡിനെ ഹയർ ചെയ്യരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് വേണം സൂക്കു വാലി പോകാൻ, വഴി അറിയാതെ, ഏതാണ് ഡയറക്ഷൻ എന്ന് പോലും അറിയാതെ. നിങ്ങളതിങ്ങനെ പസിൽ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്ത് പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ത്രില്ല്. പലപ്പോഴും വരുന്ന വഴിയിലൊക്കെ എനിക്ക് ഡയറക്ഷൻ തെറ്റിപ്പോയി ഞാൻ വേറെ വഴിയിലൊക്കെ കയറി ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് ആ വഴി പോയപ്പോൾ ഡോണ്ട് ഗോ ദിസ് വേ എന്നുള്ള രീതിയിൽ ഞാനൊരു ആരോ ക്രോസ് മാർക്കൊക്കെ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില പോയിന്റുകളിൽ പല ഡയറക്ഷനും തെറ്റി ഞാൻ വഴി തെറ്റി കയറി പോകുമ്പോൾ ഇതുപോലെ ആരൊക്കെയോ മുൻപേ പോയവർ മാർക്ക് ചെയ്ത സിഗ്നൽസ് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വൽ വഴി കണ്ടുപിടിച്ചത്. ഇതൊന്നും അറിയാതെ ഏതെങ്കിലും ഒരു ഗൈഡ് പറഞ്ഞു തന്ന കറക്റ്റ് വഴി കൂടെ വഴി തെറ്റാതെ പോകുന്നതിൽ എന്ത് ത്രില്ലുള്ളത്? അങ്ങനെയൊന്നും പോരുത്, ഇങ്ങനെ വേണം പോകാൻ. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ കഴിച്ച മാഗിയൊക്കെ അങ്ങ് ആവിയായി പോയിട്ട് എന്തൊക്കെയോ ലാംഗ്വേജിൽ എന്തൊക്കെയോ വിളിച്ച് കൂവി തുടങ്ങിയപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ എടുത്ത് നിന്ന് കഴിക്കാൻ തുടങ്ങി. സൂക്കു എന്നെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസും ഒരു സ്പെഷ്യൽ ഫീലിങ്ങുമാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പോലും അറിയാത്ത എൻ്റെ കുറേ എബിലിറ്റീസ് എനിക്ക് റിയലൈസ് ചെയ്തു തന്നു. ലൈക്ക് എൻ്റെ ഒരു സോളിറ്റ്യൂഡ്, ഞാൻ എത്രത്തോളം എൻ്റെ ഒരു കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്, ഹൗ മച്ച് ബ്രേവ് ഐ ആം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ദിസ് പ്ലേസ്. അങ്ങനെ ഒരുപാട് സന്തോഷവും ഒരുപാട് മെമ്മറീസൊക്കെ ആയിട്ട് എൻ്റെ സൂക്കു ട്രെക്കിംഗ് കഴിഞ്ഞു. സൂക്കു വാലിയുടെ താഴെ മേധ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സിയിൽ കിസാമ വില്ലേജ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തി. ഇനി ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അറീനയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം, അതും വലിയൊരു കയറ്റം. നടക്കാനുള്ള ഒരു എനർജി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹിച്ച് ഹൈക്കിങ് ചെയ്യാമെന്ന് കരുതി. അതായത് വഴി കാണുന്ന വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് കയറി പോവുക. അങ്ങനെ മേധയും ഞാനും ഓരോ വണ്ടിക്ക് കൈ കാണിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു വോൾവോ കാർ കണ്ട് ഞാൻ കൈ കാണിച്ചു. അപ്പം മേധ പറഞ്ഞു, ഹേയ് അത്ര വലിയ വണ്ടിയൊന്നും കൈ കാണിച്ചാൽ നിർത്തി തരില്ല. ആ വണ്ടി പാസ് ചെയ്തു പോയി, പക്ഷേ അത് പെട്ടെന്ന് നിർത്തി. ഞങ്ങൾ ഓടിച്ചെന്ന് അതിൽ കയറി. ആരുടെ വണ്ടിയായിരുന്നു എന്നറിയോ? ദാ ഈ പുള്ളിയുടെ വണ്ടി, അഥവാ നാഗാലാൻഡിൻ്റെ റീജിയണൽ ഓൾ ഇന്ത്യ റേഡിയോ ഹെഡിൻ്റെ വണ്ടിയിൽ. ഞങ്ങളാകെ ഇല്ലാണ്ടായിപ്പോയി. കാരണം ട്രെക്കിംഗ് കഴിഞ്ഞ് നല്ല പട്ടിക്കോലത്തിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അങ്ങനത്തെ ഒരു ബാസന്തി കോലത്തിൽ കയറി ചെന്ന ഒരു പ്രീമിയം വണ്ടിയിൽ ഒരു പ്രീമിയം മനുഷ്യൻ്റെ അടുത്തോട്ട്. ആൾ ഭയങ്കര കൂളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ ആൾ പറഞ്ഞു, ഇനി നേരെ ഹോൺബിൽ ഫെസ്റ്റിവലിന് പോകണം. എന്തിനാ? വാ നമുക്കൊരു ചായ കുടിക്കാം, നിങ്ങൾക്കുള്ള ചായയൊക്കെ ഞാൻ ഓഫർ ചെയ്യുന്നു, പകരം നിങ്ങൾ എനിക്ക് വേണ്ടി വേറൊരു കാര്യം ചെയ്യണം. ഞങ്ങൾ ചോദിച്ചു, എന്താ? ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ തരണം. ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട്? കിളി പോയ അവസ്ഥയായിരുന്നു എനിക്ക്. മേധയ്ക്ക് പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മേധ ചാടി കയറിയിട്ട് ഓ യെസ് അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞു. പുറകെ ഞാനും ഓക്കെ യെസ് ഇൻ്റർവ്യൂ തരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ഒരു സ്റ്റോളിലേക്ക് പോയി. പുള്ളി ഞങ്ങൾക്ക് റോസല്ല ടീ വാങ്ങി തന്നു. അതായത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി പൂവിട്ടിട്ടുള്ള ഹിബിസ്കസ് ടീ ഉണ്ടല്ലോ, അതുപോലെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് റോസല്ല ടീ. അവിടുത്തെ ഒരു ഫ്ലവർ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം ചായ, അതിനൊരു മധുരവും പിന്നെ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേകതരം ഒരു വെറൈറ്റി ഐറ്റം, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഞങ്ങളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് എന്തോ സ്നാക്കൊക്കെ വാങ്ങി തന്നു. ലൈക്ക് നമ്മുടെ നാട്ടിൽ പൊരി പോലത്തെ ഒരു ഐറ്റമൊക്കെയാണ് തന്നത്. ഇതാണ് റോസല ഫ്ലവർ, അതിൻ്റെ പെറ്റൽസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള റിവ്യൂസ് ഫീഡ്ബാക്സൊക്കെ ചോദിച്ചു. എന്നിട്ട് അസിസ്റ്റൻറ്റിനെ വിളിച്ചു. നേരത്തെ ഫോട്ടോയിൽ കൂടെ കണ്ട ലേഡി ഉണ്ടല്ലോ, അതാണ് അസിസ്റ്റൻറ്റ്. പുള്ളിക്കാരി വന്ന് ഒത്തിരി സംസാരിച്ചു, ഞങ്ങളെ വളരെ കംഫർട്ടബിളാക്കി, റെക്കോർഡറൊക്കെ ഓണാക്കി, ഞങ്ങൾക്ക് മൈക്ക് തന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കും, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റോ എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. ബിക്കോസ് ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവലും നാഗാലാൻഡിൻ്റെ ടൂറിസവും നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എസ്പെഷ്യലി യു ഗൈസ് ആർ ഫ്രം സൗത്ത് ഇന്ത്യ. രണ്ടാളും സോളോ ട്രിപ്പായിട്ട് നോർത്ത് ഈസ്റ്റ് വരെ വന്നത്.
അപ്പം നിങ്ങളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെനിക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ ആ ഇൻ്റർവ്യൂയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ സൂക്കു വാലി ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് വീഡിയോ ഓഫ് സൂക്കു വാലി ട്രെക്കിംഗ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ. This is Akashvani North Eastern Service Shillong bringing to you Day 8 report of the 24th Hornbill Festival 2023. You will now be listening to interviews with some of the tourists who have come here for the Hornbill experience. Well, hello, my dear listeners. We are here with two friends from Kerala and Karnataka, and this is their first time visiting the Hornbill Festival, in fact, the entire Northeast. So, let's hear from them. Hello, my name is Medha. I'm from Mysore, Karnataka, and this is my first time in Nagaland, first time in Northeast, and it's been 6 days since I'm here, and it's been wonderful so far. We just met you guys and been so sweet, so nice, and the food. The place itself is beautiful, and I would love to come here again with my family. In fact, I would like to take them here and come. Hello, this is Reshma from Kerala. I'm from Kochi, and this is my first time exploring to Northeast. This is actually my first solo trip, and I was fascinated by this Hornbill Festival. Now, we have finished our trekking from Zogo Valley, and it was very wonderful. Wow, lovely. So, where did you first hear about this Hornbill Festival from? And what did you hear about the Hornbill Festival? I read about it on a blog. I knew it was all of culture, and there's very little knowledge for us in South about the Nagaland. So that is the reason I had to come here to explore the culture, just to know. Like India is a country with so many cultures. I wanted to experience this culture. So I'm not taking any break between Nagaland, and I'm here for all 10 days so that I can experience the culture. And the tribal culture is not very much open in the other parts of India. So in Nagaland it is pretty open. That is the reason which interested me in Nagaland. I actually heard about this Hornbill Festival from several YouTube vlogs, and then I researched a lot in Google as well. So these colors, cultures, traditions, and the tribes itself, it's a combination of all the tribes in Nagaland. So that made me came here. What was your first impression of Nagaland, the Hornbill Festival as a whole? I was here on one day before the inauguration. I wasn't very sure how large scale it is. On the day of the inauguration, I saw how organized and how large scale it is. I come from a state where we have a 10-day festival already, and I've seen it is pretty big there. I wasn't sure how big it will be, but the minute I saw all the guests coming and all the tribals joining, and how organized everything was, how all the morungs were done in the village, it was beautifully done. The cleanliness, everything is perfect. You don't have to worry about anything, and the safety, everything is so well organized. It's amazing. It's my first solo trip, and I was very much afraid about traveling in Nagaland. That too, I'm not much fluent in Hindi itself. So I was very afraid of how people will be treating me like that. But here, these Nagamis just amazed me with the hospitality, and they were like, everyone is welcoming us warmly. And I got a few friends here, and we have been traveling together now. It's been very fun and happy until now. Lovely. We're so glad to know that you're feeling at home here. Also, have you tried our cuisines yet? And did it meet your taste buds? Did it suit your taste buds? I'm a vegetarian, but so far, whatever the millet rice and the greens and the dal that I've had, and the rice beer, I've been having rice beer from day one. I must have had at least 5 mugs a day. Wow. Yeah, I'm a little stuck on to that. So that has been really good. And we don't find such open culture where you can drink in a festival or something in our part of the country. So this was something I was amazed about, and it's a good culture. You don't have to worry about anything. It's fun. It's fun for us. You learn, and it's fun. Special foods, I didn't try anything, but I had this rice beers a lot. It's very tasty, and I also tried 2 types of
rice beers are there. I tried both and I liked it a lot. Also, you mentioned earlier you visited Zuku Valley. I mean, you just came back from Zuku Valley. So tell us about your experience there. I had seen the Zuku Valley on people's pictures and everything. I have traveled quite some places, but I've never seen such a landscape in any other place. That was my only motivation. It wasn't a easy hike, I would say, but all the way I was like, I have to reach the place only to see that, because I've never seen that. That was my motivation, and the minute we reached there, it was beautiful. Though it was a little cloudy and a little bit of rains here and there, it was amazing, and I've never seen such a landscape ever in any part of the country. So that is something only specified to Nagaland. Suku Valley was not in my list until I reached Nagaland, but when I reached here, people used to speak a lot about Suku Valley and I got excited about it and just went. I'm not used with this cold weather and all, but it was worth it. The trek was all worth it, and we had a beautiful night, and we had the landscape was very rare and unique. It was a magical experience for me. So is there something that impressed you the most? And if there are any suggestions you would like to put forward, for improvement? Yeah, so I visited the Kisama Heritage Village on day 1 at 8:30. I was ready to see everything, and all the 5 days we went early in the morning around 8:30 to see the tribes, and every single day from morning till evening I've been seeing them, observing them, and with so much of patience and passionate, they want to show their culture to other people that they never say no, and they always smile for the pictures. They are wearing the heavy ornaments and everything, but still they with such a smile from morning till evening. Not even for a second they'll be tired, and that showed the passion for the country or the state in their faces. For me, I was really impressed by that. If it was me, I wouldn't have had so much patience. Okay, I'm from Kerala. So in Kerala, there's a saying like Aditi Devo Bhava, like we treat our guests like our gods. So first time I'm seeing in yet another state, we are seeing people treating us like gods. Every person, every Nagam we see in the street itself, welcome us warmly, and they will treat us like gods. Whatever you need, you want food, anything, they will buy it for us. And we have been hitchhiking for a while, and people will warmly welcome us to the vehicles and will drop us anywhere, and it was amazing. Yeah, so when we were in the Zuku, there were 3 options: cottage, tents, and a dormitory. It was too cold to stay in a tent, so we opted for dormitory, and they gave us bed sheets. There are 2 huts kind of a thing, and you're supposed to sleep on wooden pallets. Man, there were like at least 50 people, and it was cold, and I could hear minimum 15 different kinds of snores. I've never slept with 50 people in a single room, and I've heard 15 different kind of snores. That was an experience I'll remember forever. It was cold, I could hear people snoring, and I'm half asleep. I wouldn't regret doing that. That was an experience for me. 1 hour 45 minutes to reach back. While climbing down, 1 hour 45 minutes. While going, we were more motivated to go there and to see the place, that we were rushing through the places, and we didn't want to miss the sunset. Unfortunately, due to the weather, it was a little rainy yesterday. We missed the sunset. Yeah, it was, but yeah, the weather was damn good. We don't get to experience such a cold in our part of this country. That was an amazing. I'm a lazy person to trek as well, but I saw a lady, a 64 years old lady, with her son climbing up all the way, and that inspired me a lot. Lovely. You've had such an experience. I wish you to have many more such experience in the following days as well. And we wish you a great stay here.